ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് നാരായണീയം 4ാമത്തെ ദശകം 10 ശ്ലോകം വരെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും അത് ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ കേൾക്കുന്നവർ എല്ലാവരും എപ്പോഴും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് പറ്റണത്, നിങ്ങൾക്ക് എന്താ തോന്നണത് അതിൽ എഴുതിയിടാൻ ശ്രദ്ധിക്കണം. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ ക്ലാസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ഇന്ന് നോക്കേണ്ടത് 11ാമത്തെ ശ്ലോകം, ദശകം 4 അഷ്ടാംഗ യോഗത്തിലെ 11ാമത്തെ ശ്ലോകം 12ാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാൻ നോക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 11. അഗ്നിവാസരവളർക്ഷപക്ഷകേർ ഉത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഹരേ കൃഷ്ണ. നമുക്ക് പദച്ഛേദം നോക്കുമ്പോൾ അഗ്നിവാസര വളർച്ച പക്ഷകൈഹി ഒന്നിച്ച് ചൊല്ലണത്, മുറിക്കാനില്ല. അഗ്നിവാസര വളർച്ച പക്ഷകൈഹി ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതഃ രവിപദം ഭവത്പരഃ മോദവാൻ ധ്രുവപദാന്തം പ്ലസ് ഈയതേ. പദാന്തം പ്ലസ് ഈയതേ, ധ്രുവപദാന്തം പ്ലസ് ഈയതേ. ഈ എന്നാണ് വരിക. അവിടെ വായിക്കുമ്പോൾ പദാന്തം ഈയതേ എന്ന് വായിക്കും. ഹരേ കൃഷ്ണ. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ ഭവത്പരഹ എന്ന് പറയുന്നു. എന്താണ് ഭവത്പര പറഞ്ഞാൽ നിന്ദ്രുപടിയിൽ അങ്ങയിൽ മാത്രം താല്പര്യനായ യോഗി. കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു, സമാധി ധ്യാനം കഴിഞ്ഞ് സമാധിയും ലഭിച്ചു കഴിഞ്ഞ ഒരു ഉപാസകൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെ വേണം, ജീവൻ മുക്തി എങ്ങനെ വേണമെന്ന് സ്വന്തമായി തീരുമാനിക്കാം. അത് ക്രമമുക്തി വേണോ സദ്യോമുക്തി വേണോ? സദ്യോമുക്തി പറഞ്ഞാൽ പെട്ടെന്ന് ബ്രഹ്മരന്ധത്തിൽ കൂടി പോയി ഇനി ജീവിതം ഒന്നും വേണ്ട പറഞ്ഞ് അങ്ങനെ ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. ക്രമമുക്തി പറഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും പോയി എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അവന് ഇഷ്ടം പോലെ എല്ലാവരുടെയും സഞ്ചരിച്ച് അറിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവസാനം മുക്തി നേടുന്നത് ക്രമമുക്തി. അതാണ് പറയണത് ഇവിടെ. ഈ ജീവാത്മാവ് ബ്രഹ്മരന്ധത്തിൽ നിന്ന് പുറത്ത് വന്നാലും തൻ്റെ സൂക്ഷ്മ ശരീരത്തോടുകൂടി പുറത്ത് വന്നാലും ആ ജീവാത്മാവിന് ഭഗവാനിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതായത് ബാക്കി കാര്യങ്ങളിലൊക്കെ അറിയണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാ ലോകത്തെയും. അതിലൊന്നും ആസക്തരായിരിക്കില്ല ആ ജീവാത്മാവ്. സൂക്ഷ്മ ശരീരയായ ജീവാത്മാവ് എങ്ങനെയാണ് പോണത്? അഗ്നി, ദിവസം, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയിൽ അധിഷ്ഠിതങ്ങളായ ദേവതകൾ വന്ന് അതാത് ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സൂര്യപദത്തിൽ എത്തിപ്പെട്ടവനായിട്ട് അവിടെ നിന്ന് ധ്രുവപദം വരെ എത്തിച്ചേരുന്നു, അതിൻ്റെ അതിഥി വരെ എത്തിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ക്രമം അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയാം. ക്രമമുക്തി സ്വീകരിച്ചിട്ട് ലിംഗശരീരത്തോടുകൂടി മൂർധാവ് ബ്രഹ്മരന്ധ്രം ഭേദിച്ചിട്ട് സുഷ്മനാബന്ധമായ ആ സൂര്യരശ്മിയിലൂടെ പുറത്തേക്ക് കിടക്കുകയാണ് ജീവാത്മാവ്. അതിന് 2 ഗതി കിട്ടും. ഒന്ന് ഇച്ഛാനുസരണം സ്വീകരിക്കാം, ഒന്ന് ക്രമമുക്തി, ഒന്ന് സദ്യോമുക്തി. അത് 2 ഗതിയിൽ ആ ജീവാത്മാവിൻ്റെ ഇഷ്ടമാണ് അവിടെ നടക്കുന്നത്. ആർക്കും അതിൽ സ്വാതന്ത്ര്യമില്ല, ആ ആത്മാവിന് മാത്രമേ ഉള്ളൂ. ഒന്ന് അർച്ചിരാഗതി, അർച്ചിസ് വഴി അഗ്നി വഴിക്കുള്ള ഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പിന്നെ പുനർജന്മമില്ല, അത് മോക്ഷമായി. ധൂമ്രാദിഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പുനർജന്മം ഉണ്ടാവും. അത് ജീവാത്മാവിന് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഭൂമിയിലെ ഭോഗങ്ങളുമായിട്ട് രതിയോ വിരക്തിയോ കൊണ്ട് ബന്ധപ്പെട്ട ജീവാത്മാവ് അതിനു വേണ്ടി അത് വീണ്ടും ജനിക്കും. അർച്ചിരാദിഗതി സ്വീകരിച്ച ജീവാത്മാവിൻ്റെ ഗതിയാണ് ഇവിടെ പറയുന്നത്. ആ ജീവാത്മാവ് സ്ഥൂല ശരീരം ഉപേക്ഷിച്ചെങ്കിലും ഈശ്വരനെ ഉപേക്ഷിച്ചിട്ടില്ല. സ്ഥൂല ശരീരം ഉപേക്ഷിച്ചിട്ടുള്ളൂ, സൂക്ഷ്മ ശരീരത്തോടു കൂടിയിട്ടാണ് ജീവാത്മാവിൻ്റെ യാത്ര. നമ്മുടെ ഉള്ളിലൊരു സൂക്ഷ്മ ശരീരം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആ ഭഗവത്പര എന്നാണ് പറയണത്.
സൂക്ഷ്മ ശരീരത്തിലും അതിന് ഭഗവാനെ മാത്രമേ ആസക്തി ഉണ്ടാവുള്ളൂ. മറ്റു കാര്യങ്ങളിലൊന്നും ആ സൂക്ഷ്മ ശരീരം എടുത്ത് വന്ന ജീവാത്മാവിന് ആസക്തി ഉണ്ടാവില്ല എന്നർത്ഥം. അത് എങ്ങനെയാണ് പോകുന്നത്? അഗ്നി വാസരം ഒരു ദിവസം, വളർച്ചം ശുക്ലപക്ഷം, പിന്നെ ഉത്തരായണം, സംവത്സരം എന്നിവിടെ അതാത് അഗ്നിയുടെ ദേവത വന്ന് അഗ്നി ലോകത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് വാസരത്തിൻ്റെ ദേവതകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി വളക്ഷത്തിലേക്ക് കൊണ്ടുപോയി ഉത്തരായണം, സംവത്സരം എന്നിങ്ങനെ ദേവതമാർ ഓരോരുത്തരായി സ്വീകരിച്ചിട്ട് ബഹുമാനിച്ച് അവരവരുടെ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ ജീവാത്മാവിനെ, സൂക്ഷ്മ ശരീരം എടുത്ത ജീവാത്മാവിനെ. അങ്ങനെ അവിടുത്തെ ഭോഗങ്ങളൊക്കെ കണ്ട് ആനന്ദിക്കുന്നു. അത് സംവത്സര ദേവത ദേവലോകത്തിലൂടെ പിന്നെ നയിച്ചിട്ട് വായുദേവതയുടെ അതിഥിയായിട്ട് വായുദേവത വന്ന് കൂട്ടിയിട്ട് പോയി വായുദേവയുടെ അതിഥിയായി ഇരുത്തി ആ അതിഥിയിൽ നിന്ന് രവിപദത്തിലെത്തിക്കും വായുദേവത. ആദിത്യലോകത്തിലെ അഖണ്ഡാനന്ദം അനുഭവിക്കുമ്പോഴും ഭഗവാന്റെ ആസക്തി വിടാതെ അവിടെ നിന്ന് ചന്ദ്രലോകത്തിലേക്കും പിന്നെ വിദ്യുല്ല ലോകമായി ധ്രുവപദത്തിലേക്കും ഈ ജീവാത്മാവ് എത്തുന്നവരെ അവിടെ നിന്ന് ഇനിയും യാത്രയുണ്ട്. ഈ ശ്ലോകത്തിലെ ധ്രുവപദത്തിൽ ആ ജീവാത്മാവ് എത്തുന്നത് വരെയാണ് പറയുന്നത്. ഈ ലോകങ്ങളിലൊക്കെ എത്തിയിട്ട് അവിടുത്തെ ദിവ്യഭോഗങ്ങളൊക്കെ ജീവാത്മാവിനെ തീർച്ചയായിട്ടും ആനന്ദിപ്പിക്കും. പക്ഷേ അതൊന്നും ഭഗവാനിന് താല്പര്യമുള്ള ജീവാത്മാവിനെ ആകർഷിക്കില്ല. അതെല്ലാം അറിയുക എന്ന് മാത്രമേ ഉള്ളൂ. ആ അനുഭവങ്ങൾക്ക് എല്ലാം കാരണം എന്താണ്? ഭഗവത് പരതയാണ്. അതാണ് കാര്യം. ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ ലോകങ്ങളിൽ വിഹരിച്ച ശേഷം ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കാനുള്ള അനുഗ്രഹം തരേണമേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. ഭട്ടതിരിപ്പാടിന് എല്ലാ ലോകത്തെയും കാര്യങ്ങൾ അറിയണം, എന്നിട്ട് അവസാനം ഭഗവാനിൽ ലയിക്കണം. അതാണ് പറയണം. അങ്ങനെ ഓരോ ഉപനിഷത് പ്രോക്തമായ ഗതി പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്നെങ്കിലും ഉത്തരായണ ദേവത കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുന്ന് മതിയാകുമ്പോൾ വായുദേവത പിന്നെ ആദിത്യ ലോകത്തിലെത്തിക്കുന്നു. ആദിത്യ ലോകത്തു നിന്ന് പിന്നെ ചന്ദ്രൻ ലോകത്തിലേക്കുന്നു. അവിടെ നിന്ന് ഏറ്റവും പ്രകാശരൂപമായ ധ്രുവപദത്തിൽ ആ ജീവാത്മാവിനെ എത്തിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ. അടുത്തത് 12ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. ആസ്തിദോദമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസ പദമദ പുരൈവ വാ. ഹരേ കൃഷ്ണ. പദങ്ങൾ നോക്കുമ്പോൾ ആസ്തിത അധ മഹരാലയേ യദാ ശേഷവക്ത്രദഹന ഊഷ്മണ അർദ്യതേ. ശേഷവക്ത്രദഹന ഊഷ്മണ അർദ്യതേ ഈയതേ ഭവത് ഉപാശ്രയ തദാ. ഉപാശ്രയഃ തദാ വേദസ പദമദഃ പുര ഏവ. പുരൈവ എന്നുള്ളത് പുര ഏവ വാ. അത്രയും പദങ്ങൾ, അത്രയും അധികം പദച്ഛേദം ഇതിൽ വരുന്നില്ല. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ അധ പറഞ്ഞാൽ പിന്നെ ധ്രുവപദത്തിലെത്തിയതിന് ശേഷം കഴിഞ്ഞ 11ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ധ്രുവപദത്തിലെത്തിയതാണ് പറയണത്. ആ ജീവാത്മാവ് അവിടെ നിന്ന് മഹരാലയേ ആസ്ഥിത മഹർലോകത്തിലേക്കാണ് പിന്നെ പോവുക. മഹർലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട് ഭവതുപാശ്രയ നിന്തിരിവടിയുടെ ഭക്തൻ, അതായത് നിന്തിരിവടിയുടെ ഭക്തനായ ജീവാത്മാവ് യഥാ പറ എപ്പോഴാണോ ശേഷവക്ത്രദഹനോഷ്മണ ആദിശേഷൻ്റെ വക്ത്രത്തിൽ നിന്ന് അതിൽ നിന്ന് അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന വായിൽ നിന്ന് ആ ശേഷൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ എപ്പോഴാണോ മഹർലോകം ഇല്ലാതാകുന്നത് അപ്പോഴോ അതിനു മുമ്പോ അർദ്ധ്യതേ പറഞ്ഞാൽ മർദ്ദിക്കപ്പെടുക. അഗ്നിയുടെ ഊഷ്മാവിനാൽ ആ മഹർലോകം മർദ്ദിക്കപ്പെടുമ്പോൾ അപ്പോഴായിട്ടോ, അതായത് മർദ്ദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നശിക്കുന്ന സമയത്തോ അത പുര ഏവവ അതിനു മുമ്പോ മർദ്ദിക്കുന്ന അത് അഗ്നിയുടെ ഊഷ്മാവിനാൽ മർദ്ദിക്കപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തോ ആ ആത്മാവ് വേദസിൻ്റെ വേദസ് പറഞ്ഞാരാണ് ബ്രഹ്മാവിൻ്റെ പദത്തെ ഈയതേ പറഞ്ഞാൽ പ്രാപിക്കുന്നു. ആ മഹർലോകത്ത് നിന്ന് എല്ലാ ലോകത്തിനും നാശമുണ്ടല്ലോ. അപ്പോൾ മഹർലോകം ബ്രഹ്മലോകത്തിനേക്കാളും മുമ്പ് നശിക്കും.
അപ്പം അവിടെ മഹർലോകത്തിൽ സ്ഥിതി ചെയ്ത് അവിടെ എല്ലാം സുഖം അനുഭവിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ലോകം മഹർലോകം നശിക്കുമ്പോൾ ഈ ആത്മാവ് അടുത്ത ലോകമായ ബ്രഹ്മാവിൻ്റെ ലോകത്തേക്ക് പ്രാപിക്കുന്നു എന്നർത്ഥം. ഇവിടെ ധ്രുവപദത്തിൽ എത്തുന്നവരെയുള്ളതാണ് മുൻ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. അവിടെ ഈ പോണ വഴിയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആരുടെ ഇഷ്ടപ്രകാരമാണ്? ഈ ജീവാത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർമ്മ വയ്ക്കണം. അങ്ങനെ ആ ഭഗവാന്റെ വിഭൂതികളിൽ നിന്നുണ്ടായ വിവിധ ലോകങ്ങളിലെ ഐശ്വര്യങ്ങൾ കാണാനുള്ള കൗതുകം മാത്രമേ ഈ ജീവാത്മാവിനുള്ളൂ. സാധാരണ ഒരു മനുഷ്യനായ നമ്മളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യന് ധ്യാനം കൊണ്ടും അഷ്ടാംഗയോഗ പ്രകാരം ധ്യാനം സമാധി വരെ എത്തിയ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമാണ്, സാധിച്ചെടുത്ത ഒരു കാര്യമാണ് തൻ്റെ ഇഷ്ടപ്രകാരം എല്ലാ ലോകങ്ങളിലേക്ക് പോകാൻ ഉള്ള കഴിവ് നേടിയെടുക്കുന്നു അഷ്ടാംഗയോഗത്തുകൂടി. ഈശ്വരപ്രാപ്തി ആ ആത്മാവിന് അപ്പോഴും ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോഴും ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ ഈശ്വര ലക്ഷ്യം കൈവിടുന്നില്ല. ഭഗവാനിൽ മാത്രം ഉത്സുകനാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ഭക്തനായ ജീവാത്മാവ് ദിവ്യദൂതന്മാരുടെ അകമ്പടിയോട് കൂടിയിട്ട് മഹർലോകത്തിലെത്തി. ആ മഹർലോകത്തിൽ ആരൊക്കെയാണുള്ളത്? ഭൃഗുനാരദാദികളായ മഹാന്മാരുടെ സഹവാസമാണ് അവിടെയുള്ള. അവിടെ അവരോട് കൂടി ആനന്ദിച്ചിരിക്കുകയാണ് ഈ ഋഷിമാരോട് കൂടി. പക്ഷേ മഹർലോകത്തിന് നാശമുണ്ട്. കൽപ്പാവസാനത്തിൽ ആദിശേഷൻ്റെ മുഖത്തു നിന്നുണ്ടാകുന്ന പ്രളയാഗ്നി ആ മഹർലോകത്തെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രവടിയുടെ ഭക്തനായ ജീവാത്മാവ് ഭൃഗുനാരദാദികളോടൊപ്പം, ഭൃഗു മഹർഷി, നാരദ മഹർഷി തുടങ്ങിയവരോടൊപ്പം സത്യലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. അതായത് ബ്രഹ്മലോകത്തിലേക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് മഹർലോകം നശിക്കുന്നതിന് മുമ്പായിട്ട് അവരവിടുന്ന് പോകുന്നു, ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു തീർത്ഥാടകൻ്റെ ഉല്ലാസയാത്ര പോലെ ഈ ജീവാത്മാവ് ഈ ലോകത്തെ, ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ലോകങ്ങളിലും പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം അനുഭവിച്ച് അറിയണം. കുറേ കാലം ഇരിക്കണം എന്ന് തോന്നിയാൽ അവിടെ ഇരിക്കാം. ഇനി ബ്രഹ്മലോകത്തിൽ മതി എന്ന് തോന്നിയാലോ, എനിക്ക് മോക്ഷം നേടണം എന്ന ജീവാത്മാവിന് എപ്പോൾ തോന്നുന്നു അപ്പം തന്നെ ഒന്നുമില്ലെങ്കിൽ അടുത്ത ആ ലോകത്തുനിന്ന് മറ്റു ലോകത്തിലേക്ക് പോവാം, എപ്പോൾ വേണമെങ്കിലും മോക്ഷവും നേടാം. അങ്ങനെയാണ് ആ ജീവാത്മാവിന് സ്വാതന്ത്ര്യം. ഭഗവാന്റെ ആശ്രയം ഉപേക്ഷിക്കാത്തിടത്തോളം കാലം അതിന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ലോകങ്ങളിൽ എത്താൻ സാധിക്കും. ദിവ്യപുരുഷന്മാർ ഭക്തനെ ബ്രഹ്മപദമായ സത്യലോകത്തിൽ എത്തിക്കുകയാണ്. അതായത് മഹർലോകത്തിൽ നിന്ന് ദിവ്യപുരുഷന്മാർ അവിടെ ആ മഹർലോകം നശിക്കാൻ തുടങ്ങിയപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ലോകമായ സത്യലോകത്തിലേക്ക്, ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് ഈ ജീവാത്മാവിനെ എത്തിക്കുന്നു എന്ന്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ 11, 12 ക്ലാസ് നല്ലോണം മനസ്സിലാക്കാനുണ്ട്. ഒരു ജീവാത്മാവിൻ്റെ ഗതി അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും കുറച്ചെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്ത ക്ലാസ് എത്രയും വേഗം തന്നെ ഇടുന്നതായിരിക്കും. ഹരേ കൃഷ്ണ നാരായണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ഹരേ കൃഷ്ണ.